ഹായ് ഓൾ, വെൽക്കം ടു എജുബി. അപ്പോൾ നമ്മൾ ബാങ്ക് ജോലി നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും ഡ്രീം ജോബ് എന്ന് തന്നെ പറയാം കേരള ഗ്രാമീൺ ബാങ്കിന്റെ എക്സാമിനെ പറ്റി. അപ്പോൾ കേരള ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ റീജിയണൽ റൂറൽ ബാങ്ക് ആണ്. അപ്പോൾ അതിന്റെ PO-യുടെയും ക്ലർക്കിന്റെയും നോട്ടിഫിക്കേഷൻ എല്ലാ വർഷവും വിളിക്കാറുണ്ട്. അപ്പോൾ ഈ വർഷം നമുക്ക് PO ആയിരിക്കും ഫസ്റ്റ് വിളിക്കുന്നത്. അതിന്റെ നോട്ടിഫിക്കേഷൻ നവംബർ ആകുമ്പോൾ നമുക്ക് എക്സ്പെൻഡ് ചെയ്യാം. നോട്ടിഫിക്കേഷൻ അല്ല, പ്രിലിംസിന്റെ എക്സാമിനേഷൻ നമുക്ക് നവംബർ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതിന്റെ പ്രിലിംസിന്റെ എക്സാമിനേഷൻ നവംബർ ആകുമ്പോൾ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ കൂടെ തന്നെ അതിനോടൊപ്പം തന്നെ കുറച്ച് ആഴ്ചകളുടെ വ്യത്യാസത്തില് ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പം എന്തുകൊണ്ട് കേരള ഗ്രാമീൺ ബാങ്ക് ബാക്കിയുള്ള ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നു എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് വർക്ക് ലൈഫ് ബാലൻസ് ആണ്. നോർമലി ബാങ്ക് എക്സാം എഴുതി ബാങ്കിൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നല്ല സാലറി ഒക്കെ കിട്ടും. പക്ഷെ നമുക്കത് എൻജോയ് ചെയ്യാനായിട്ട് ടൈം കിട്ടാറില്ല. അപ്പൊ കൂടുതൽ പേരും ആ ഒരു കാര്യമാണ് പറയാറ്. പക്ഷെ കേരള ഗ്രാമീൺ ബാങ്കിൽ ജോലി കിട്ടിയ ഒരാളെ സംബന്ധിച്ച് നമുക്ക് ആ ഒരു ക്യാഷ് ചെലവാക്കാനും നമുക്ക് അതിനോടൊപ്പം നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യാനായിട്ടും സാധിക്കുന്നു. കാരണം എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. നോർമലി വേറെ ഏതൊരു ബാങ്കിന്റെ PO-യുടെ പ്രൊബേഷണറി ഓഫീസറിന്റെ പോസ്റ്റ് എടുത്താലും ഓൾ ഇന്ത്യ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾ ഇന്ത്യ നമുക്കത് വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ കേരള ഗ്രാമീൺ ബാങ്കിന് മാത്രമുള്ള പ്രത്യേകതയാണ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ PO ആയാലും നമുക്ക് കേരളത്തിൽ തന്നെ വർക്ക് ചെയ്താൽ മതി, പുറത്തേക്ക് പോവേണ്ട ആവശ്യമില്ല. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ നാട്ടിൽ തന്നെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മള് പെർ മന്ത് സാലറി PO-ക്ക് വരുന്നത് 85,000 പ്ലസ് ആണ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാലറി. ക്ലർക്ക് വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ 45,000 പ്ലസ് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട് ഇൻ ഹാൻഡ്. സോ ഈ ഒരു സാലറി നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതൊരു വലിയൊരു കാര്യമാണ്. ദെൻ പിന്നെ പറയുന്നതെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഹൈ സാലറി ലോ പ്രഷർ. അപ്പം ബാക്കിയുള്ള ഏതൊരു നാഷണലൈസ്ഡ് ബാങ്ക് എടുത്താലും അതിനെ വെച്ച് നോക്കുന്നത് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കേരള ഗ്രാമീൺ ബാങ്കിന്റെ ഒരു ജോലി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ബാങ്കുകളെക്കാളും പ്രഷർ കുറവാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ആ ഒരു ജോലി കുറച്ചുകൂടെ സമാധാനമുള്ള ഒരു ജോലിയാണ്. ബാക്കിയുള്ള ബാങ്കുകളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ നമുക്ക് സമാധാനം കിട്ടുന്ന ജോലിയും അതിനോടൊപ്പം തന്നെ സാലറി കിട്ടുന്ന ജോലിയുമാണ്. അപ്പൊ ആ ഒരു ബാക്കിയുള്ള നാഷണലൈസ്ഡ് ബാങ്ക്, ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാനറ ബാങ്ക്, SBI ബാങ്കിന്റെ ഒക്കെ PO-ക്ക് കിട്ടുന്ന സാലറി തന്നെ കേരള ഗ്രാമീൺ ബാങ്കിന്റെ PO-ക്ക് കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രഷറും കുറവാണ്, നാട്ടിൽ തന്നെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഒരു ബാങ്ക് എക്സാം ആണ് നിങ്ങളുടെ എയിം എന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട എക്സാം ആണ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ എക്സാം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ്റെ IBPS എല്ലാ വർഷവും അത് ഒരു കലണ്ടർ ഇറക്കും. ഏത് എക്സാം ഏത് മാസമാണ് നടത്തുന്നതെന്ന് ഒരു കലണ്ടർ ഇറക്കും. അപ്പൊ ആ കലണ്ടർ അനുസരിച്ചിട്ട് കേരള ഗ്രാമീൺ ബാങ്കിന്റെ RRB റീജിയണൽ റൂറൽ ബാങ്കിന്റെ എക്സാം വരുന്നത് ഫസ്റ്റ് ഓഫീസർ സ്കെയിൽ 1 ആണ്. 21 ആൻഡ് 22 നവംബറിലാണ് പ്രിലിംസിന്റെ എക്സാമിനേഷൻ വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു മന്ത് മുതൽ നോക്കിയാലും ഇനി നമ്മുടെ മുന്നിൽ ഒരു 6 മാസം കിട്ടുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് ഒരു 6 മാസം നമ്മൾ മെനക്കെട്ടിരുന്ന് കുത്തിയിരുന്നിട്ട് ഈ ഒരു എക്സാം എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞവരായിരിക്കാം, ഇനി അടുത്ത വർഷമല്ലേ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇനി ഈ വർഷം ഞാൻ ഫ്രഷറായിട്ട് ഇറങ്ങിയതല്ലേ എന്നൊന്നും ആരും വിചാരിക്കേണ്ട. 6 മാസം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പീരീഡാണ്. ആ ഒരു ടൈം പീരീഡ് മതി നമുക്ക് ആ ഒരു എക്സാം ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പം ഒരിക്കലും 1 വർഷം പഠിക്കണം, അല്ലെങ്കിൽ 2 വർഷം പഠിക്കണം, അല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞാൽ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റൂ എന്നൊരു കാര്യമില്ല. നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ഫുള്ളായിട്ട് അതിൻ്റെ ഒരു അറ്റൻഷൻ കൊടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 6 മന്ത്സ് നമുക്ക് എന്തായാലും ബാങ്ക് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അതിൻ്റെ മെയിൻസ് എക്സാമിനേഷൻ വരുന്നത് ഡിസംബറിലാണ് വരുന്നത്. അപ്പോൾ നമ്മളിനി നോക്കിയാലും 7 മാസം കിടപ്പുണ്ട്. മെയിൻസിൻ്റെ എക്സാമിനേഷനായിട്ട് സമയം കിട്ടുന്നുണ്ട്. ഓഫീസ് അസിസ്റ്റന്റ് വരുന്ന സമയത്ത് പ്രിലിംസിന്റെ എക്സാമിനേഷൻ ഡിസംബർ 6, 12, 13 ആണ് വരുന്നത്. മെയിൻസ് എക്സാമിനേഷൻ 13 ജനുവരിയാണ് വരുന്നത്. അപ്പൊ PO വരുന്ന സമയത്ത് അതൊരു പ്രൊബേഷണറി ഓഫീസർ, ജനറൽ മാനേജർ, അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റാണ് വരുന്നത്. സോ അതിന് ഇനി ഒരു സ്റ്റേജും കൂടെ വരുന്നുണ്ട്, ഇന്റർവ്യൂവിന്റെ സ്റ്റേജും കൂടെ വരുന്നുണ്ട്. ആ ഒരു പ്രോസസ്സും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, പ്രൊബേഷണറി ഓഫീസറായിട്ട് കേരള ഗ്രാമീൺ ബാങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ക്ലർക്ക് ആവുന്ന സമയത്ത് പ്രിലിംസ് മെയിൻസ് എക്സാമിനേഷൻ മാത്രമേ വരുന്നുള്ളൂ, അതിൽ ഇന്റർവ്യൂ വരുന്നില്ല. ഓക്കെ, ഇനി അതിന്റെ പ്രിലിംസിന്റെ മെയിൻസിന്റെ എക്സാം പാറ്റേൺ ജസ്റ്റ് നമുക്ക് നോക്കാം. ഇതിലുള്ള വേറൊരു അഡ്വാൻറ്റേജ് ആണ്, പ്രിലിംസ് വരുന്ന സമയത്ത് ഇംഗ്ലീഷിന്റെ സെക്ഷൻ വരുന്നില്ല. അപ്പൊ നോർമലി എല്ലാവർക്കും ഇംഗ്ലീഷ് ആണ് നെഗറ്റീവ് പോകാൻ സാധ്യതയുള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നത്.
പക്ഷെ ഇതിൽ പ്രിലിംസ് വരുന്ന സമയത്ത് ഇംഗ്ലീഷിന്റെ സെക്ഷൻ ഇല്ല. നമുക്ക് ചെയ്യുന്നതെല്ലാം എന്താക്കാൻ പറ്റും, കറക്റ്റ് ആക്കിയിട്ട് നെഗറ്റീവ് വരാതെ നമുക്കിത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ 2 സെക്ഷനേ വരുന്നുള്ളൂ, റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 40 വെച്ചിട്ടാണ്, ഈച്ച് സെക്ഷനും 40 വെച്ചിട്ടാണ്. മാക്സിമം മാർക്ക് 40, ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വെച്ചിട്ടാണ്. റീസണിങ് വരുന്ന സമയത്ത് സെക്ഷൻ ടൈമിംഗ് ഉണ്ട് 25 മിനിറ്റ്സ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 20 മിനിറ്റ്സ് ആണ് സെക്ഷൻ ടൈമിംഗ് വരുന്നത്. ഓവറോൾ 45 മിനിറ്റ്സ്, 3/4 മണിക്കൂറാണ് എക്സാം നടത്തുന്നത്. അതിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സെക്ഷന് ഇത്ര ടൈം, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് 2 സെക്ഷനും ടൈം അവർ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അലോട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ മെയിൻസ് വരുന്ന സമയത്ത് റീസണിങ് വരുന്നുണ്ട് ഒരു സെക്ഷൻ, 40 ക്വസ്റ്റ്യൻ 50 മാർക്ക് 30 മിനിറ്റ് ആണ് വരുന്നത്. കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 40 ക്വസ്റ്റ്യൻ 20 മാർക്കാണ് വരുന്നത്, 15 മിനിറ്റ്സ് ആണ് വരുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ഓർ ഹിന്ദി ലാംഗ്വേജ് എന്നാണ്, അത് ഓപ്ഷണൽ ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് എങ്കിൽ അത് ചൂസ് ചെയ്യാം, ഹിന്ദി ആണെങ്കിൽ അത് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 30 മിനിറ്റ് ആണ് വരുന്നത്. പിന്നെ വരുന്നതാണ് ന്യൂമറിക്കൽ എബിലിറ്റി, 40 ക്വസ്റ്റ്യൻ 50 മാർക്ക് 30 മിനിറ്റ് ആണ്. അങ്ങനെ ടോട്ടൽ 2 മണിക്കൂറാണ് എക്സാം വരുന്നത്. 200 ക്വസ്റ്റ്യൻ 200 മാർക്കിനാണ് എക്സാം നടത്തുന്നത്. ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും പിഒയുടെ കേസിൽ ഇന്റർവ്യൂ വരുന്നത്. ക്ലർക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓവറോൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ജോലിക്ക് കയറാനായിട്ട് സാധിക്കും. സോ ഈ ഒരു എക്സാം നിങ്ങൾ അത്രയും എഫേർട്ട് ഇട്ട് തന്നെ പഠിക്കുക. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഫ്രഷർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ കേരള ഗ്രാമീൺ ബാങ്കിന്റെ എക്സാം ഫോക്കസ് ചെയ്ത് തന്നെ എല്ലാവരും പഠിക്കുക. ഈ ഒരു എക്സാം നിങ്ങളെ കൊണ്ട് ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. താങ്ക് യു.